ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 24 ആണ് ഇന്ന്. അപ്പൊ ഇന്ന് ആദ്യം നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം. ഈ ചോദ്യപേപ്പർ SCRT ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ PSC ആവർത്തന ചോദ്യങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയ ചോദ്യപേപ്പറാണ് BEO 2019 തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് SCRTയിലുള്ള ചോദ്യമാണ്. ജോൺ ലോക്ക് പറഞ്ഞ വാക്കുകളാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നത്. 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലം. തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ചീമേനിയാണ്. പക്ഷേ PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. കാരണം ഇവിടെ തോൽ വിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അക്ഷരപിശകുള്ളത് കൊണ്ട് ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. തോൽവിറകാണ് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം ഏതാണ്? ചീമേനി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം 1929. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? കാലിബംഗൻ നഗരം ഘഗ്ഗർ നദിയുടെ തീരത്തായിരുന്നു. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചലിലാണ് സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇതും PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? പശ്ചിമതീര കനാൽ ദേശീയ ജലപാത 3ന്റെ ഭാഗമാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റ് ഏത്? ചിനൂക്കാണ്. ചിനൂക്ക്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഫ്രീ ടെസ്റ്റ് സീരീസുകളും അതുപോലെ ഫ്രീ ക്ലാസ്സസും അവൈലബിൾ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് വേണ്ടി പുതിയ കാറ്റഗറി തന്നെ അൺഅക്കാഡമിയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ കണ്ടന്റ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ KSന്റെ കാര്യം പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ടോപ്പ് എക്സ്പീരിയൻസ് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഏപ്രിൽ മാസം 17, 24 തീയതികളിൽ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട്. രാത്രി 8 മണിക്ക് 75 മിനിറ്റ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വിന്നേഴ്സിന് നല്ല അടിപൊളി പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ ടെസ്റ്റ് സീരീസ് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഡിഗ്രി ലെവൽ ആൻഡ് 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ട് പ്ലസ് ടെസ്റ്റ് സീരീസും പോകുന്നുണ്ട് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് സിലബസ്. അപ്പോൾ ഈ പറയുന്ന ഫ്രീ ടെസ്റ്റുകളെല്ലാം, ഫ്രീ ടെസ്റ്റും ഫ്രീ ക്ലാസ്സസും എല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം ഏതാണ്? ഘർഷണമാണ്. ഘർഷണം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ മാസം 23-നാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല, ഉള്ളത് തൃശ്ശൂർ ജില്ലയ്ക്കാണ്. തൃശ്ശൂർ ജില്ല. അടുത്ത ചോദ്യം, അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണ്.
സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏത്? സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ചണം. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തിലോത്തമ എന്നത് എള്ളിന്റെ ഒരു സങ്കര ഇനമാണ്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി. ഫൈക്കോളജി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സിയുമാണ്. രണ്ടും ഓപ്ഷനിലുള്ളത് കൊണ്ട് ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. കരൾ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 48ാമത്തെ ചോദ്യം, രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏത്? രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററി. താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം ഉള്ളത്? വാതകങ്ങളിൽ. വാതകങ്ങളിൽ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ് ഇത്? പ്ലേറ്റോയുടെ വാക്കുകളാണ് ഇത്. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത്? ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശത്തിലാണ്. ഭിന്നശേഷിയുള്ളവർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ. വൈൽഡ് ബോർ എന്ന ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് നവശേവയാണ്. നവശേവ. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭീമ എന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? ഉദയഭൂമി KR നാരായണന്റെ സമാധി സ്ഥലമാണ്. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരണ്യ. ശരണ്യ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? കൈഗ ആണവ നിലയം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിലാണ് നിലവിൽ വരുന്നത്. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ മാസം 11-ാം തീയതിയാണ്. ജൂലൈ 11. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആര്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ.
0 രേഖാംശ രേഖയിൽ അതായത് ഗ്രീനിഷ് മെറിഡിയനിൽ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ 82.5 രേഖാംശത്തിൽ അതായത് ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? ഇന്ത്യയിൽ 3:30 മണി, വൈകുന്നേരം 3:30. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യമാണ് ചൈന. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? ഏതാ വരുന്നത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്സിഡന്റിനെ പറ്റി പറയുന്നത് കൊണ്ട് ദ ആക്സിഡന്റ്. ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. ഇഫ് ഐ വെയർ യു, ഇഫ് ഐ വെയർ യു ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഓഫർ. അതായത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. He was accompanied dash his wife. He was accompanied by his wife. This is the boy dash won the gold medal. Who? അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. I have lost my dash of keys. കീസിന്റെ കളക്റ്റീവ് നൗൺ ആണ് ബഞ്ച്, ബഞ്ച് ഓഫ് കീസ്. മീനിങ് ഓഫ് സെനിസൈഡ് ഈസ്. സെനിസൈഡിന്റെ മീനിങ് എന്താണ്? കില്ലിംഗ് ആൻ ഓൾഡ് മാൻ, കില്ലിംഗ് ആൻ ഓൾഡ് മാൻ. India won the match. Change this into passive. India won the match നെ passive voice-ലേക്ക് ആക്കിയാൽ the match was won by India. I am always dash trouble with my neighbors. ഉത്തരം having trouble with my neighbors. Either you or she dash got the box. Either you or she has got either ഓറിന് ശേഷമുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം വെർബ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. I had to visit my grandfather's house in those days. A man whose wife is dead is called widower എന്നാണ് പറയുന്നത്. I don't like the tea, he said. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഐ ഡോണ്ട് ലൈക്ക് ദ ടീയെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം? ഹി സെഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ലൈക്ക് ദ ടീ. ഹി സെഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ലൈക്ക് ദ ടീ. ഹർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. പാസ്ഡ് എവേ ആണ്, പാസ്ഡ് എവേ. ലാസ്റ്റ് ഇയർ വന്നതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം പറയാം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഡിഡ് ദേ. ഫ്യൂ ആയതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ഡിഡ് ദേ. ന്യൂ എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് നോയാണ്. ഹി ഈസ് ദ ഡാഷ് ഓഫ് ദ 3 brothers. ഹി ഈസ് ദ ഡാഷ് ഓഫ് ദ 3 brothers. റിച്ചസ്റ്റ്. Although it was cloudy, we dashed for a walk. Although it was cloudy, we went for a walk. Find out the correctly spelled word. Massacre എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്യുന്നത്? ഓപ്ഷൻ ബി MASSACRE. The noise caused all the neighbors to dash, to go nuts. The chief guest gave dash the prize. Give away ആണ്, give away the prize. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രഹിണിയാണ്, ഗ്രഹിണി. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസാന്നിധ്യം. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഇന്ദുലേഖ അല്ലെങ്കിൽ ദാസി എന്നതാണ്. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം ഇളമ്പുല്ല്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതിയാൽ അതിയധികം അന്തം. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 97. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. സഹജം എന്നതിന്റെ വിപരീത പദം ആർജിതം. കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം കണ്ടെത്തുക. അന്ധൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള വാക്യം ഇതിലേതാണ്? അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. അവസാനത്തെ ചോദ്യം. വെള്ളയപ്പത്തിനിരുമ്പു ചട്ടി വെള്ളത്തിൽ ആര് കമഴ്ത്തിയിട്ടു? താഴ്ന്നു പോകില്ലീ ഇരുമ്പു ചട്ടി കാണാമതില്ലോ വെളുത്ത ചട്ടി. അപ്പോൾ
ഈ കടങ്കഥയുടെ ഉത്തരം എന്ന് പറയുന്നത് ആമയാണ്. ആമ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആവർത്തന ചോദ്യങ്ങളും SCERT ഫാക്സും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചോദ്യ പേപ്പർ തന്നെയാണ്. ഓക്കെ.